പൊട്ടുകളിൽ കണ്ടില്ല എന്താ അവൻ്റെ സ്റ്റൈൽ നോക്കിയാൽ ശരിക്കും തനി നാടൻ പൂവമ്പഴത്തിൻ്റെ മാതിരിനെ കണ്ടോ. ഇത് നമ്മൾ ചൂലൂർ പള്ളിയിൽ അവിടെ നിന്ന് പൊട്ടിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ ഓരോന്നോരോന്ന് പൊട്ടിച്ച് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഈ തോട്ടത്തിൽ നിന്നൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഈ തോട്ടത്തിൽ നിന്ന് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ തൃപ്പയാർ പാലത്തിന് കിഴക്കേ സൈഡിലാണ് കേട്ടോ നമ്മളെ തോട്ടം അല്ല കടയുള്ളത്. അവിടെയാണ് നമ്മൾ ഈ സാധനം വിൽക്കുന്നത് കണ്ടോ. ഓരോ മേഖല തീരുന്നതിനനുസരിച്ച് അടുത്ത് ഓരോ മേഖല ഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. ഇപ്രാവശ്യം കഴിഞ്ഞ കൊല്ലത്തെ മാതിരിയല്ല, നമുക്ക് വേനൽക്കാലം കൂടുതൽ കിട്ടിയെന്ന് തന്നെ പറയാം. കഴിഞ്ഞ കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ നേരത്തോടെ മഴയൊക്കെ വന്നിട്ട് ഞങ്ങളെ പരിപ്പിളകിയെന്ന് പറയും സത്യം പറഞ്ഞാൽ കണ്ടോ. ഈ ഒരു തോട്ടത്തിൽ ഇവിടം വരെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുതിയതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതധികം ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ മഴേനെ പ്രതീക്ഷിച്ചിട്ട് ഒരു 5-8 വാരം മാത്രമേ ഇട്ടിട്ടുള്ളൂ കണ്ടോ. ഇതിലൊക്കെ ഒരു ചെറിയ കായലൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ ചട്ടപ്പടയെന്ന് പറഞ്ഞ് വളം അങ്ങോട്ട് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ചട്ടപ്പടയെന്ന് പറഞ്ഞുകൊണ്ട് കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ അങ്ങോട്ട് പൊളിപ്പിച്ചിട്ട് അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ അവൻ അങ്ങോട്ട് ചട്ടപ്പടയെന്ന് പറഞ്ഞിട്ട് പൊന്തണം അല്ലെങ്കിൽ നമ്മൾ പൊന്തിക്കും കണ്ടോ. പല മേഖലയിലും പല സൈസ് കായകളായി നിൽക്കുന്നുണ്ട് കണ്ടോ. അടിപൊളി കായകളായിട്ട് നിൽക്കുന്നുണ്ടോ. ഇവനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ വീഡിയോസ് ഈ ഫ്രണ്ടിൽ കാട്ടിമാരത്തെ സംഭവിച്ച് അടിപൊളിയായിട്ടാണ്ട് വരും കണ്ടോ. സൂപ്പറായിട്ട് വരും കണ്ടോ. ഇത് നമ്മൾ മഴ വന്നാലും പോയാൽ ഇത്രയല്ല പൂളോന്ന് വെച്ചിട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരേ ബാച്ചായിട്ടാണ് നമുക്കിത് ഇതായിക്കൊണ്ടിരിക്കണ്ടില്ലേ. ഇതിൻ്റെ ഇലയൊക്കെ നല്ല സൂപ്പർ ഇലകളാണ് കണ്ടോ. അപ്പോൾ മറക്കരുത്, നമ്മളുണ്ടാക്കുന്ന ഈ നാടൻ പൊട്ടുവെള്ളരി തൃശ്ശൂർ തൃപ്പയാർ പാലത്തിന് കിഴക്കേ സൈഡിലുണ്ടാവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ പച്ചക്കറികളിടും. വെണ്ട, പയർ, തക്കാളി അങ്ങനെ എല്ലാ ഐറ്റംസിലും ഇതിൽ ഇട്ടുകൊണ്ടിരിക്കും കണ്ടോ.